ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫി. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സൂറത്ത് യാസീനിലെ 6 മുതൽ 12 വരെയുള്ള ആയത്തുകളെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 6-ാമത്തെ ആയത്തിൽ ഖുർആൻ എന്തിനാണ് അയച്ചത് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പല തലമുറകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ സന്ദേശം ലഭിക്കാതെ വഴിതെറ്റിപ്പോയ ഒരു ജനതയെ നേർവഴിയിലേക്ക് നയിക്കാനാണ് ഖുർആൻ അയച്ചതെന്നും അലസതയിലും അജ്ഞതയിലും മുഴുകിയിരുന്ന അവരെ സത്യത്തിലേക്ക് ഉണർത്തുക എന്നതായിരുന്നു ഖുർആൻ്റെ പ്രധാന ലക്ഷ്യമെന്നും പറയുന്നു. അവരെ നീ ഉണർത്തുക, കാരണം അവർക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ അശ്രദ്ധയിലും അലസതയിലുമായിരുന്നു എന്ന്. 7, 8, 9 വചനങ്ങളിൽ ഖുർആനിലെ മുന്നറിയിപ്പ് എല്ലാവർക്കും മനസ്സിലാകുമോ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മുന്നറിയിപ്പുകൾ എല്ലാവർക്കും മനസ്സിലാകാനായെന്ന് വരില്ല എന്നും, കാരണം ചിലർ സത്യം കാണാൻ മനഃപൂർവ്വം കണ്ണടച്ചിരിക്കുന്നു. അവരുടെ മനസ്സും കാതുകളും സത്യത്തിലേക്ക് തിരിയാത്ത വിധം അടഞ്ഞുകിടക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് സത്യം കാണാനോ കേൾക്കാനോ കഴിയാത്ത വിധം അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ ഒരു മൂടുപടം ഇട്ടിരിക്കുന്നു. കാരണം അവർ സ്വയം വെളിച്ചം വേണ്ടെന്ന് വെച്ചവരാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അവരുടെ കഴുത്തിൽ ഞങ്ങൾ ബന്ധങ്ങൾ വെച്ചിട്ടുണ്ട്, അതിനാൽ അവർ തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അവരുടെ മുൻപിലും പിമ്പിലും ഒരു മറയിട്ടിരിക്കുന്നു, അതുകൊണ്ട് അവർക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന്. 10, 11 വചനങ്ങളിൽ ഖുർആൻ ആർക്കാണ് ഉപകാരപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർക്കല്ല, മറിച്ച് അള്ളാഹുവിനെ നേരിട്ട് കാണാതെ തന്നെ വിശ്വസിക്കുകയും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഖുർആൻ ശരിക്കും പ്രയോജനപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഖുർആൻ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു സന്തോഷ വാർത്തയുമാണ്. കാണാതെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനും ഹൃദയത്തിൽ അവൻ്റെ ഓർമ്മ സൂക്ഷിക്കുന്നവനും ഈ ഓർമ്മപ്പെടുത്തലിലൂടെ സ്വാധീനിക്കപ്പെടുന്നു. അത്തരക്കാർക്കാണ് ഖുർആൻ സന്തോഷ വാർത്ത നൽകുന്നത്. ശേഷം വരുന്ന 12-ാമത്തെ ആയത്തിൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കവിയോ ഭ്രാന്തനോ അല്ല. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വഹ്യ്, അതായത് ദിവ്യ സന്ദേശമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഈ സന്ദേശം അനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തുന്നു. മരണശേഷം അതിൻ്റെ പ്രതിഫലം ഓരോരുത്തർക്കും ലഭിക്കും. തീർച്ചയായും അവരുടെ എല്ലാ പ്രവൃത്തികളും ഞങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്നു. അവരുടെ ജീവിതരേഖയും എല്ലാ കാര്യങ്ങളുടെയും കണക്കെടുപ്പും ഞങ്ങൾ സൂക്ഷിക്കുന്നു. ഈ ഖുർആൻ ഒരു ഓർമ്മപ്പെടുത്തലും മുന്നറിയിപ്പും വഴി കാണിക്കുന്ന പ്രകാശവുമാണ്. എന്നാൽ ദൈവഭയമുള്ള മനസ്സോടെയും സ്വയം അതിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ അത് ലഭിക്കൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി ലഭിച്ച ഈ സന്ദേശം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ദിവ്യ മറുപടി കൂടിയാണ്.